അതിൽ ഒട്ടുമിക്ക പദ്ധതികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ കായിക ഇനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും 2025 ഇന്ത്യയിൽ അർജന്റീനിയ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമെന്നുദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ കത്ത് മുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ച് തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത്. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക. ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിൽ നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തേണ്ടത്. അവർ അടുത്ത 1.5 മാസത്തിനകം അവർ കേരളത്തിൽ വരും. കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജന്റീനൻ നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും. നമ്മളിത് സർക്കാർ നേരിട്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും. സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് നേരിട്ട് ചെയ്യുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, അർജന്റീന ടീമുമായി കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇപ്പോൾ പറയാൻ കഴിയും. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളൊക്കെ എഴുതിയിരുന്നല്ലോ. ഇപ്പോൾ ഇത്തരത്തിൽ ഇത് പറയാൻ കാരണം കൃത്യമായി തന്നെ അവർ ഫിഫ വിൻഡോ പ്രകാരം വരുന്ന സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ കാണാനുള്ളത്, നമ്മളല്ല ഇത് സർക്കാരുമായി സംയുക്തമായി അർജന്റീന ടീമുമായിട്ടാണ് നമ്മളിതിന് പ്രഖ്യാപിക്കേണ്ടത് ഡേറ്റ്. അപ്പോൾ തീയതി അവർ വന്നതിന് ശേഷം അവർ പ്രഖ്യാപിക്കട്ടെ, അവർ പ്രഖ്യാപിക്കും. അതെ, ആളുകൾ ഇവിടെ അസോസിയേഷൻ്റെ ആളുകൾ എത്തും. നമുക്ക് കേരളത്തിലല്ലേ, കേരളത്തിലാകുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ എവിടെയെന്നുള്ളത്. അതൊക്കെ നമുക്ക് പറയാം, പരിശോധന നടക്കട്ടെ. കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയുണ്ട്, കൊച്ചി താരതമ്യേന നല്ലതാണ്. പിന്നെ കോഴിക്കോടൊക്കെ തന്നെ ഈ ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് ലീഗ് നടന്നപ്പോൾ തന്നെ അവിടെ ആളുകളെ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു 50,000-ലധികം ആളെയെങ്കിലും ഉൾക്കൊള്ളും. അതുകൊണ്ട്
പരിശോധിക്കുന്നുണ്ട്. അത് ടീമിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഒഫീഷ്യൽസ് വരട്ടെ, ശേഷം നമുക്ക് വെന്യൂ പ്രഖ്യാപിക്കും. അല്ല, ഇവിടെ വേൾഡ് നമ്പർ 1 ടീം വരട്ടെ, അവര് എൻഗേജ് ചെയ്തവരെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടെല്ലാം പറയണ്ടല്ലോ. സമയം അതെ അതെ അതെ, ആ ഒരു ഡേറ്റ് ആവുമല്ലോ. ഫിഫ വിൻഡോ അങ്ങനെ തന്നെയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത വർഷം. അത് 2025 അത് പറയാം. അതല്ല ഞാൻ പറഞ്ഞത്. അത് അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷനുമാണ് ഔദ്യോഗികമായി കേരളത്തിൽ വന്ന് അറിയിക്കേണ്ടത്. അവരവിടെ നിന്നല്ല പറയുന്നത്. അവർ വരും, അവര് ഒരു 1.5 മാസത്തിനുള്ളിൽ. എല്ലാവരും മെസ്സി അടക്കമുള്ള ആളുകളാണ് അവര്. നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ആ, അത് തന്നെയാണല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ അതിന്റെ ഔദ്യോഗിക സ്പോൺസർമാരെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണിത്. അവർക്ക് നമ്മൾ കത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട രാജു അപ്സരയും ബന്ധപ്പെട്ട ജസ്റ്റിൻ പാലത്തറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾ പാലത്തറയാണ് ആദ്യം നമ്മൾ സമീപിച്ച. അവർ രാജു അപ്സരയുമായി സംസാരിച്ചു. അപ്പോൾ വ്യാപാര സമൂഹം കാര്യത്തിൽ മഞ്ചേരി സ്റ്റേഡിയം നോക്കിയപ്പോൾ അതിൽ 20,000-ലധികം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. കാരണം ധാരാളം ആളുകൾ ഉൾക്കൊള്ളണ്ടേ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 2 മത്സരങ്ങളാണ്ടവ. അല്ലാതെ അത് നമ്മള് ആലോചിച്ച് തീരുമാനിക്കാം. അവര് വരട്ടെ. അല്ല, ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നത്. അല്ല, അത് നമ്മൾ ആ കാര്യങ്ങളിൽ കടക്കാൻ മതി. ഇപ്പോ നിലവിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ 4/1 ഫാൻസ് ഉള്ളത്. അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ, അർജന്റീനൻ ടീമിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് അവർക്കിവിടെ വരാൻ താല്പര്യം കൂടുമല്ലോ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പണത്തിലപ്പുറം അതാണ്. അവരൊരു ഫാൻ ബേസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് അതുകൂടിയാണ് അവർ നോക്കുന്ന ഒരു കാര്യം. അല്ല, അത് നമ്മൾ തീരുമാനിക്കാം. അല്ല, അത് നോക്കൂ, അതൊക്കെ നമ്മൾ ആലോചിക്കാതിരിക്കുമോ? അതെല്ലാം ആലോചിക്കുന്നുണ്ട്. അത് നമുക്കത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ പിന്നീട് അറിയിക്കാം. നമ്മൾ ആദ്യം ഈ ഒരു കാര്യം വേൾഡ് നമ്പർ 1 ആദ്യം എൻഗേജ് ചെയ്യുക. അതിനുശേഷമല്ല മറ്റുള്ള കാര്യങ്ങൾ. തീർച്ചയായും അല്ല, അവര് വരുമ്പോൾ തന്നെ അത് പ്രഖ്യാപിക്കുമല്ലോ. അവർ പ്രഖ്യാപിക്കാനാണ് വരുന്നത്. യെസ്, ഇല്ലല്ല. നമുക്ക് ഈ ഒരു കാര്യത്തിൽ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഫോറിൻ അഫയേഴ്സിൻ്റെ ഒക്കെ. ഇപ്പോൾ നമ്മൾ ക്യൂബൻ ടീം വന്നിരുന്നു, യൂറോപ്യൻ ടീമുകളൊക്കെ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പ്രോസസ്സാണ്. അതിലൊന്നും മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. ആ സമയത്ത് അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതവർ ചെയ്യും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. തീർച്ചയായിട്ടും ആ സമയത്ത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുമായൊക്കെ തന്നെ നമ്മൾ ചർച്ച നടത്തുമല്ലോ. ആദ്യം ഒരു നിലം ഒരുങ്ങണ്ട. ആദ്യം അത് ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ആര് നോക്കൂ, ടീമിൻ്റെ സ്പെയിനിലെ ഹെഡ്ക്വാർട്ടറിൽ നമ്മൾ പോയത്. അവിടെ മറ്റാരുണ്ടാവുമല്ലോ, അർജന്റീനിൻ്റെ ആളുകളിലേ ഉണ്ടാവുള്ളൂ. അല്ല, അർജന്റീൻ ടീമിനായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകം അതിന് പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട്. അവരുമായി സംസാരിച്ചു. ഓക്കെ, ശരി.
ഇത് നമ്മുടെ രാജു അഫ്സറുണ്ട്, ആൻഡ് പിന്നെ ഫലത്രണ്ട്. ഇതൊന്നും പറയണ്ട, വെറുതെ പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ വ്യാപാര സമൂഹത്തെ എങ്ങനെ സഹായിക്കാം എന്നതിൻ്റെ കൂടി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അർജന്റീനയുടെ ഈ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഈ കേരളത്തിലേക്കുള്ള വരവ് ഈ കളി. കാരണം ഞങ്ങൾ 14 ലക്ഷത്തോളം ചെറുകിട വ്യാപാരികളാണ് കേരളത്തിലുള്ളത്. ഇന്ന് കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ 14 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇവർക്ക് പോയിന്റ്സ്, നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പോയിന്റ്സ്